എനിക്ക് ധനമില്ലാത്തതുകൊണ്ടാണല്ലോ ഈ പുലിവാല് മുഴുവൻ ഉണ്ടായത്. ഇപ്പം ഈ അരിമാവ് കലക്കി ഇത് പാലാന്ന് വിചാരിച്ച് കുടിക്കേണ്ടി വന്ന്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എന്തായാലും എന്ന് വെച്ച് ദ്രോണര് ദ്രുപദൻ്റെ അടുത്തേക്ക്, പാഞ്ചാല ദേശത്തെ രാജാവായ ദ്രുപദൻ്റെ അടുത്തേക്ക് പോവാം എന്ന് തീരുമാനിച്ചു. അപ്പം അങ്ങനെ പോവാനുള്ളത് വെറുതെ അങ്ങോട്ട് പോവാൻ തീരുമാനിച്ചതല്ല. ഈ ദ്രോണരും ദ്രുപദൻ എന്ന് പറയുന്നത് പൃഷതൻ എന്ന രാജാവിൻ്റെ മകനാണ്. പൃഷതൻ എന്ന രാജാവിൻ്റെ മകനാണ് ദ്രുപദൻ. അദ്ദേഹം ദ്രോണരും സഹപാഠികളാണ്. അസ്ത്രം പഠിക്കുന്ന സമയത്ത് അഗ്നിവേശൻ്റെ കയ്യിൽ നിന്നാണ് ഈ ദ്രോണൻ അസ്ത്രം പഠിച്ചത്. അത് നമ്മൾ മുമ്പ് കണ്ടു. അവിടെ സഹപാഠികളാണ് ഇവർ. അപ്പോൾ ഇങ്ങനെ സഹപാഠികളായി താമസിക്കുന്ന അവസരത്തിങ്കൽ ദ്രുപദൻ ദ്രോണരോട് പറഞ്ഞിട്ടത്രേ, അതെ, എൻ്റെ അച്ഛൻ എന്നെ രാജാവാക്കും, ഒരു സംശയം വേണ്ട. ഞാൻ രാജാവായാൽ ആ രാജ്യത്തെ സമ്പത്ത് രാജ്യം മുഴുവൻ എനിക്ക് മാത്രമല്ല ഭവാനും ഉള്ളതാണ്. എൻ്റെ അച്ഛനെ രാജാവാക്കും, രാജ്യം എനിക്ക് മാത്രമല്ല ഭവാനും കൂടി ദ്രോണനും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പഠിക്കണ കാലത്ത് ഒരു വാഗ്ദാനം ആര് പറഞ്ഞിട്ടുണ്ട്? ഈ ദ്രുപദൻ ദ്രോണരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ടാണ് ദ്രോണൻ തൻ്റെ ഇപ്പോഴത്തെ ഈ കഷ്ടാവസ്ഥ, BPL, ബിലോ പോവർട്ടി ലൈൻ, പാല് മേടിച്ചു കൊടുക്കാൻ കാശില്ല മകന്, ഭക്ഷണം കഴിക്കാൻ തന്നെ മര്യാദയ്ക്ക് പൈസയില്ല, ബിലോ പോവർട്ടി ലൈൻ ഒന്ന് മാറ്റാം എന്ന് വിചാരിച്ച് ദ്രുപദൻ്റെ അടുത്ത് ചെന്നാൽ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വെച്ച് ദ്രുപദൻ്റെ അടുത്തേക്ക് പോയി.